മകരവിളക്കാണ്. അതിനുവേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജികുമാറുണ്ട്. ആദ്യത്തെ മകരവിളക്കാണ്. എന്താണ് ഒരു ഫസ്റ്റ് ഉള്ളൊരു എക്സ്പീരിയൻസ്? അതെ, ഇവിടെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമ്പന്നനും പാവപ്പെട്ടവനും എല്ലാം ഏകോപത സഹോദരങ്ങളെ പോലെ അയ്യപ്പൻ്റെ ദാസന്മാരായി, അയ്യപ്പൻ്റെ ഭക്തന്മാരായി കാണുന്ന ഒരു സമഭാവനയുടെ സന്ദേശം ജീവിതത്തിൽ ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ ദൈനംദിനമുള്ള സൂപ്പർവിഷനാണ് കാര്യങ്ങൾ നടക്കുന്നത്. വിവിധ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കോർഡിനേറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും സുഖമായിട്ടുള്ള ഒരു ദർശനം കിട്ടുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. തിരിച്ചു പോകുന്ന സമയത്താണ് ഭക്തർ തിരുവാഭരണ ചാർത്തുള്ള അയ്യപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിൽ പെട്ടെന്ന് മടങ്ങുക എന്നുള്ളതാണ്. അന്നേരം ആ ഒരു തെക്കും തിരക്കും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തീർച്ചയായിട്ടും KSRTC ബസ് തന്നെ നാളെ 700-നും 1000-നും ഇടയ്ക്ക് KSRTC ബസ് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഭയാശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കൃത്യമായിട്ട് അയ്യപ്പ ഭക്തന്മാർക്ക് മടങ്ങിപ്പോകാനുള്ള എല്ലാ ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടുള്ള മകരവിളക്ക് കാണുകയാണ്. നല്ല രീതിയിലുള്ള ദർശനം സാധ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്യാമറമാൻ സജികുമാറിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.